ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. 1001 രാത്രികളിലെ 22ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ അടുക്കളക്കാരൻ്റെ കഥ. മഹാരാജാവ് തിരുമനസേ, ഇക്കഴിഞ്ഞ രാത്രി ഞാനൊരു വിവാഹാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. നിരവധി നിയമജ്ഞരും പണ്ഡിതരും മറ്റും അവിടെ സന്നിഹിതരായിരുന്നു. ഖുർആൻ പാരായണം കഴിഞ്ഞ് സദ്യക്കുള്ള സമയമായി. പലതരം മാംസക്കറികളും മധുര പലഹാരങ്ങളും വിളമ്പി. സിർഭാജ എന്ന വിശിഷ്ട വിഭവവും ഉണ്ടായിരുന്നു. അരിയിൽ മസാലയും മറ്റനവധി ചേരുവകളും ചേർത്ത് തയ്യാറാക്കുന്ന സിർഭാജ ഞങ്ങളെല്ലാവരും രുചിയോടെ കഴിച്ചു. പക്ഷെ ഒരാൾ മാത്രം അത് തൊട്ടുപോലും നോക്കിയില്ല. ഒരു കവിളെങ്കിലും കഴിക്കാൻ ഞങ്ങൾ അപേക്ഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ നിർബന്ധിക്കരുത്. ഇതിൻ്റെ പേരിൽ ഞാൻ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എനിക്ക് വയ്യ. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചില്ല. എങ്കിലും സിർഭാജയോട് അയാൾക്കുള്ള വെറുപ്പിന് കാരണമെന്തെന്ന് ഞങ്ങൾ ചോദിച്ചു. 120 തവണയെങ്കിലും കൈ കഴുകിയിട്ടേ ഞാൻ ഇത് ഭക്ഷിക്കൂ എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്, അയാൾ പറഞ്ഞു. അത് കേട്ട് ആതിഥേയർ ഭൃത്യനോട് വെള്ളവും സോപ്പും കൊണ്ടുവരാൻ പറഞ്ഞു. അതിഥി 120 തവണ കൈ കഴുകിയിട്ട് ഭക്ഷണത്തിനിരുന്നു. എന്നിട്ടും അറച്ചറച്ച് തീരെ രുചിയില്ലാത്ത മട്ടിലാണ് അയാൾ പലഹാരം തിന്നു തുടങ്ങിയത്. അയാളുടെ ആ ചേഷ്ടകൾ മാത്രമല്ല, പെരുവിരൽ നഷ്ടപ്പെട്ട അയാളുടെ വലം കൈയും ഞങ്ങളുടെ ഉത്കണ്ഠ വർദ്ധിപ്പിച്ചു. ഞങ്ങൾ ചോദിച്ചു, സഹോദരാ, നിങ്ങളുടെ വലം കൈയിലെ പെരുവിരൽ നഷ്ടപ്പെട്ടതെങ്ങനെ? അപകടം പറ്റിയതാണോ അതോ ജനലാനുള്ളതാണോ? സഹോദരന്മാരെ, എൻ്റെ വലം കൈയിൽ മാത്രമല്ല, ഇടം കൈയിലും പെരുവിരലില്ല. 2 കാലുകളിലും 4 വിരലുകൾ മാത്രമേ ഉള്ളൂ. ഇതാ നോക്ക്. അയാൾ കൈകൾ നീട്ടിക്കാണിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? 120 തവണ കൈ കഴുകിയതിനും വിരലുകൾ നഷ്ടപ്പെട്ടതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്, പറയാം. അയാൾ കഥ പറഞ്ഞു. എൻ്റെ അച്ഛൻ ബാഗ്ദാദ് നഗരത്തിലെ പ്രമുഖ വ്യാപാരിയായിരുന്നു. ഖലീഫ ഹാരൂൺ അൽ റഷീദായിരുന്നു അന്ന് നാടുവാണിരുന്നത്. നല്ല വീഞ്ഞും സംഗീതവും മറ്റ് വിനോദോപാധികളും ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛന് പറയത്തക്ക സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിച്ചപ്പോൾ അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ സംസ്കാരം നടത്തി. സദ്യയൊരുക്കി ചടങ്ങനുസരിച്ചുള്ള ദുഃഖാചരണവും ഉണ്ടായി. അത് കഴിഞ്ഞ് അച്ഛൻ്റെ പീടികയിൽ ചെന്നപ്പോഴാണ് വില പിടിച്ചതൊന്നും അവിടെ ഇല്ലെന്ന് മനസ്സിലായത്. ഭാരിച്ച കടം മാത്രമായിരുന്നു മിച്ചം. കഴിവതും കടം വേഗം വീട്ടാമെന്ന് ഞങ്ങൾ അച്ഛന് കടം കൊടുത്തവരോട് പറഞ്ഞു. ബുദ്ധിപൂർവ്വം വ്യാപാരം നടത്തിയതിൻ്റെ ഫലമായി അധികം വൈകാതെ കടങ്ങളെല്ലാം വീട്ടി കുറേ പണം മിച്ചം പിടിക്കുകയും ചെയ്തു. ഒരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോൾ അതിസുന്ദരിയായൊരു യുവതി കോവർ കഴുതപ്പുറത്ത് കയറി അങ്ങോട്ട് വന്നു. അവളുടെ മുന്നിലും പിന്നിലും ഓരോ കറുത്ത ഷഡ്ഡന്മാർ നടന്നിരുന്നു. മറ്റു പല കടകളിലും കയറി നോക്കിയിട്ടാണ് അവൾ എൻ്റെ പീടികയിൽ വന്നത്. കമ്പോളത്തിൽ ഏറ്റവും ആകർഷകമായി ഒരുക്കിയിരുന്നത് എൻ്റെ പീടികയായിരുന്നു. അവൾ എനിക്ക് ആശംസകൾ നേർന്നു. അത്ര മധുരമായ ശബ്ദം അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടേയില്ല. മൂടുപടം മാറ്റിയപ്പോൾ ദൃശ്യമായ അവളുടെ മുഖകാന്തിയിൽ ഞാൻ മയങ്ങിപ്പോയി. ഈ രമണീയതയിൽ ആമഗ്നനായി ജീവൻ വെടിയാൻ പോലും ഞാൻ ഒരുക്കമാണ്, ഞാൻ പറഞ്ഞു. പ്രേമം മരണത്തെപ്പോലും മധുരമുള്ളതാക്കുന്നു എന്നതായിരുന്നു അവളുടെ മറുപടി. വസ്ത്രങ്ങൾ വാങ്ങാനാണ് അവൾ വന്നതെന്നറിഞ്ഞ് ഞാൻ പറഞ്ഞു, സുന്ദരി, എൻ്റെ കടയിലുള്ളത് ഭവതിയുടെ ആവശ്യത്തിന് മതിയാവില്ല. 5000 ദർഹം വിലയ്ക്കുള്ള പട്ടുവസ്ത്രങ്ങൾ മറ്റ് കച്ചവടക്കാരുടെ പക്കൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ ഭൃത്യൻ്റെ കയ്യിൽ കൊടുത്തു. ഉടൻ തന്നെ അവൾ കോവർ കഴുതപ്പുറത്ത് കയറി പോവുകയും ചെയ്തു. വില എത്രയാണെന്നോ പണം ആര് കൊടുത്തെന്നോ അവൾ അന്വേഷിച്ചില്ല. അവളുടെ പേരോ വാസസ്ഥലമോ എന്നോട് പറഞ്ഞുമില്ല. അതൊന്നും അവളോട് ചോദിക്കാൻ എനിക്ക് മനസ്സും വന്നില്ല. അവൾക്ക് വേണ്ടി വലിയൊരു തുകയ്ക്ക് ഞാൻ കടക്കാരനായെങ്കിലും എനിക്ക് അവളോടുള്ള പ്രേമം വർദ്ധിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കച്ചവടക്കാർ എന്നോട് പണം ആവശ്യപ്പെട്ടു. 4-5 ദിവസങ്ങൾക്കകം കൊടുത്തു തീർക്കാമെന്ന് ഞാൻ പറഞ്ഞു. 2ാമത്തെ ആഴ്ച അവൾ വീണ്ടും വന്നു. ക്ഷമിക്കണം, നിങ്ങളുടെ പണം തരാൻ വൈകിപ്പോയി. ഇതാ, എടുത്തോളൂ. ഞാൻ പണം എണ്ണിയെടുത്തിട്ട് കുറേ നേരം അവളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് കുറേ സാധനങ്ങൾ കൂടി വേണം, വാങ്ങിക്കൊണ്ട് വരാമോ? അവൾ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ കടമായി വാങ്ങിക്കൊടുത്തു. വിലയുടെ കാര്യമൊന്നും ചോദിക്കാതെ അവൾ പോയി. 1000 ദിനാർ വിലയ്ക്കുള്ള സാധനങ്ങളാണ് അവൾ വാങ്ങിയത്. അവളുടെ മേൽവിലാസം പോലും എനിക്കറിയില്ല. എന്നെ പറ്റിക്കാതിരുന്നാൽ മതിയായിരുന്നു.
ഞാൻ ആത്മകഥം ചെയ്തു. കടക്കാരുടെ സമ്മർദ്ദമേറിയപ്പോൾ എൻ്റെ കടയും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളും വിറ്റ് കടം വീട്ടാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. അതുവഴി ഉണ്ടായിരുന്ന എൻ്റെ സംശയങ്ങളെല്ലാം കാറ്റിൽ പറന്നു. പണസഞ്ചി മുന്നിൽ വച്ചിട്ട് അവൾ പറഞ്ഞു, ഇതാ തരാനുള്ള പണം, എണ്ണിയെടുത്തോളൂ. തരാനുള്ളത് മാത്രമല്ല, അതിൽ കൂടുതലും അവൾ എനിക്ക് തന്നു. അന്നും ഞങ്ങൾ വളരെ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണോ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ ദുഃഖത്തോടെ പറഞ്ഞു. ഒരു സ്ത്രീയുമായും എനിക്ക് അടുപ്പമില്ല. അവളുടെ ഭൃത്യനായ ഷണ്ടനോട് ഞാൻ രഹസ്യമായി ചോദിച്ചു, നിന്റെ യജമാനത്തിയോട് എനിക്ക് വേണ്ടി ഒരു കാര്യം പറയാമോ? യജമാനന് നേരിട്ട് പറയാമല്ലോ എന്നായിരുന്നു ഷഡ്ഡന്റെ മറുപടി. എൻ്റെ യജമാനത്തിക്ക് അങ്ങയോട് പ്രേമമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒന്നും ആവശ്യമില്ലെങ്കിലും വല്ലതും വാങ്ങാനെന്ന ഭാവത്തിൽ അവരിവിടെ വരുന്നത്. ഞാൻ സന്തോഷത്തോടെ എൻ്റെ ഹൃദയാഭിലാഷം യുവതിയെ അറിയിച്ചു. മറുപടി എൻ്റെ ഭൃത്യൻ വശം കൊടുത്തയക്കാൻ. അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൾ പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഭൃത്യൻ വന്നു. അവൻ്റെ യജമാനത്തി ഹാരുൺ അൽ റഷീദിൻ്റെ പത്നി സുബൈദയുടെ വളർത്തുപുത്രിയാണെന്നും എന്നെ വിവാഹം കഴിക്കാൻ രാജ്ഞി അവൾക്ക് അനുവാദം കൊടുത്തെന്നും അവൻ പറഞ്ഞു. അതിനു മുമ്പ് രാജ്ഞിക്ക് നിങ്ങളെ നേരിൽ കാണണം. ആരും അറിയാതെ നിങ്ങളെ അന്തഃപുരത്തിലെത്തിക്കാനാണ് ഞാൻ വന്നത്. ആരെങ്കിലും കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ തല പോയത് തന്നെ. തീർച്ചയായും ഞാൻ വരാം. ഇന്ന് രാത്രി ടൈഗ്രീസ് നദിക്കരയിലെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടന്നുറങ്ങിയാൽ മതി. ബാക്കി കാര്യം ഞങ്ങളേറ്റു എന്ന് പറഞ്ഞ് അയാൾ പോയി. വൈകുന്നേരം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് രാത്രിയായപ്പോൾ അവിടെ കിടന്നുറങ്ങി. വെളുപ്പിനു ഒരു വള്ളം കടവിലെടുത്തു. കുറേ അടിമകളും ഏതാനും ഒഴിഞ്ഞ പെട്ടികളും വള്ളത്തിലുണ്ടായിരുന്നു. പെട്ടികൾ കരക്കിറക്കി വച്ചിട്ട് ഒരാളൊഴികെ മറ്റെല്ലാവരും തിരിച്ചുപോയി. എൻ്റെ കാമുകിയുടെ ഭൃത്യനായിരുന്നു അവശേഷിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കാമുകി സുബൈദയുടെ വളർത്തുപുത്രി അവിടെ വന്നു. ഞങ്ങൾ കുറേ നേരം ആലിംഗനബദ്ധരായി നിന്നു. പിന്നീട് അവൾ എന്നെ ഒഴിഞ്ഞൊരു പെട്ടിയിലാക്കി അടച്ചുപൂട്ടി. പെട്ടി വഞ്ചിയിൽ കയറ്റി നദി കടന്ന് അന്തഃപുരത്തിൽ കൊണ്ടുപോയി. രാജ്ഞി എൻ്റെ കുടുംബത്തെയും തൊഴിലിനെയും പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അവർക്ക് സന്തോഷമായി. തൻ്റെ വളർത്തുമൾക്ക് അനുയോജ്യനായ ഭർത്താവാനൻ താനെന്ന് അവർ സമ്മതിച്ചു. ഞങ്ങളുടെ വിവാഹം മോടിയായി നടന്നു. ഖലീഫ 10,000 ദിനാറിൻ്റെ സ്വർണ്ണ നാണയമാണ് വിവാഹ സമ്മാനമായി തന്നത്. വിവാഹ സദ്യക്ക് പൊരിച്ച കോഴിയും പലതരം വിഭവങ്ങളും ഉണ്ടായിരുന്നു. സിർഭാച്ച എന്ന പലഹാരം എനിക്ക് നന്നേ ഇഷ്ടമായി. അത് കൈകൊണ്ട് വാരി തിന്നിട്ട് ഞാൻ വിരലുകൾ നക്കിത്തുടച്ച് കൈ കഴുകാൻ മറന്നുപോയി. രാത്രി നൃത്തവും പാട്ടും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മണിയറയിൽ പ്രവേശിച്ചു. സ്ത്രീജനങ്ങൾ വധുവിനെ അണിയിച്ചൊരുക്കി അങ്ങോട്ട് കൊണ്ടുവന്നു. അവർ പോയി മുറിയിൽ മറ്റാരുമില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അവളെ കെട്ടിപ്പുണർന്നു. അപ്പോൾ എൻ്റെ കൈകളിൽ സിർഭാച്ചയുടെ മണമുണ്ടായിരുന്നത് അവൾ തിരിച്ചറിഞ്ഞു. അവൾ മുറവിളി കൂട്ടി. സ്ത്രീകൾ ഓടി വന്നു. എനിക്ക് കാര്യം മനസ്സിലായില്ല. എന്തുണ്ടായി? അവർ ചോദിച്ചു. ഇയാളെ കണ്ടോ? സംസ്കാരമില്ലാത്തവൻ, വൃത്തികെട്ടവൻ, സിർഭാജ തിന്നിട്ട് കൈ കഴുകാത്തവൻ. എന്നെ അധിക്ഷേപിച്ച് അവൾ ഒരു ചാട്ടയെടുത്ത് എന്നെ അടിച്ചു. ഞാൻ ബോധം കെട്ട് നിലത്തു വീണു. ഇയാളുടെ കൈകൾ മുറിച്ചു കളയണം എന്ന് അവൾ ആജ്ഞാപിച്ചു. മറ്റ് സ്ത്രീകൾ അവളോട് ദയ യാചിച്ചു. എങ്കിൽ അല്പം കുറഞ്ഞ ശിക്ഷയാകാം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകെട്ടി മൂർച്ചയുള്ള കത്തികൊണ്ട് കൈകാലുകളിലെ പെരുവിരൽ ഛേദിച്ചു കളഞ്ഞു. മരുന്ന് വെച്ച് കെട്ടി മുറിവുണങ്ങിയപ്പോൾ ഇനിയൊരിക്കലും 120 പ്രാവശ്യം കൈ കഴുകാതെ സിർഭാജ തിന്നുകയില്ലെന്ന് എന്നെ കൊണ്ടവൾ സത്യം ചെയ്യിച്ചു. ഇതാണ് കൂട്ടരെ എൻ്റെ വിരലുകൾ നഷ്ടപ്പെടാനുള്ള കാരണം. പിന്നീട് നിങ്ങളുടെ ഭാര്യ എന്തു ചെയ്തു? കഥ കേട്ടുകൊണ്ടിരുന്ന ആൾ ജിജ്ഞാസയോടെ ചോദിച്ചു. അവൾ എനിക്ക് മാപ്പു തന്നു. ഞങ്ങൾ സുഖമായി ജീവിച്ചു. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ അവൾ മരിച്ചുപോയി. ഞാൻ പിന്നീട് വിവാഹം ചെയ്തില്ല. ബാഗ്ദാദിലെ എൻ്റെ സ്വത്തെല്ലാം വിറ്റ് ലോകം കാണാനിറങ്ങി. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു. ആ വിരുന്നു കഴിഞ്ഞ് പോരുന്ന വഴിയാണ് രാജാവേ അങ്ങയുടെ കൂനൻ എന്നെ കുരുക്കിലാക്കിയത്. നിങ്ങൾ പറഞ്ഞ കഥ കൂനന്റെ കഥയേക്കാൾ വിസ്മയകരമല്ല. അതുകൊണ്ട് തന്നെ കൊലമരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് കരുതണ്ട, രാജാവ് പറഞ്ഞു. ഈ സമയം യഹൂദ വൈദ്യൻ രാജാവിനെ വന്ദിച്ചിട്ട് ഇങ്ങനെ ബോധിപ്പിച്ചു. രാജരാജൻ, എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് കേട്ടാലും. മറ്റ് കഥകളെ അപേക്ഷിച്ച് രസകരമാണിത്. എങ്കിൽ പറഞ്ഞോളൂ. രാജാവ് അനുമതി നൽകി. ജൂതൻ കഥ പറഞ്ഞു തുടങ്ങി.
ജൂതം പറഞ്ഞ കഥ കേൾക്കാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം കഥ പറഞ്ഞു തരാൻ.